يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹാധനികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ കൃപയുള്ള ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ വ്യതിരിക്തത മറ്റുള്ള മനുഷ്യരിൽ നിന്നും വിശ്വാസിക്ക് എല്ലാ കാര്യങ്ങളിലും അവൻ്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതെല്ലാം കൃത്യമായ പ്രമാണങ്ങളിൽ കൂടി ജീവിതത്തെ അടയാളപ്പെടുത്തേണ്ടതാണ്. സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകേണ്ട ഒരു ഗുണം നിലപാടുകളാണ്. വിശിഷ്യ വിശ്വാസിനികളുടെ ഗരിമയാർന്ന ഒരു അടയാളമാണ് അവൻ്റെ നിലപാടുകൾ എന്ന് പറയുന്നത്. നിലപാടുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒന്നാണ്. അവൻ്റെ വിശ്വാസത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം, സംസാരത്തിൽ, ഇടപെടലുകളിൽ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഒരു വിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും മാധുര്യമുള്ള, വളരെ പ്രഷ്യസായിട്ടുള്ള, അമൂല്യമായ ഒരു സമ്പത്താണ് ഈ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ച ഇസ്തിഖാമത്ത്, നിലപാടോടുകൂടി ജീവിക്കുക എന്നുള്ളത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ ആയത്തിൽ ചില സ്വഹാബികളെ കുറിച്ച് പരാമർശിക്കുന്ന വചനമാണ്. വമിനന്നാസ്, സ്വഹാബികളിൽപ്പെട്ട ആൾക്കാരുടെ സ്വഭാവം, മൻ യഷ്തരി നഫ്സഹു ബിത്തിഗാഅ മർളാത്തില്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവരുടെ ജീവനെ തന്നെ നൽകപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്. മനുഷ്യരിലുള്ള ചിലരുടെ സ്വഭാവമാണ്. മഹാന്മാരായ ചില സ്വഹാബികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വചനം ഇറങ്ങിയത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തത്തെ വിൽക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാവരെ കൊണ്ടും സാധ്യമാവുകയില്ല. സ്വഹാബാക്കൾ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രീതിയെ സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയെ കരസ്ഥമാക്കുകയും ചെയ്തത്. തങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി താൻ സമ്പാദിച്ച മുതലും തൻ്റെ ശരീരവും റബ്ബിൻ്റെ മാർഗത്തിൽ നഷ്ടപ്പെടുത്തിയാൽ പോലും അവർക്ക് ഒരു കുറവും വരുത്തുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ ലിഖാ ആയിരുന്നു, അള്ളാഹുവിൻ്റെ തൃപ്തിയായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായി അവർ കാത്തു സൂക്ഷിച്ചത്. സ്വന്തം താല്പര്യങ്ങൾക്ക് എതിരായിരുന്നാൽ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ സ്വഹാബാക്കൾ, നമുക്കറിയാം, മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സാഹചര്യത്തിൽ ചില സ്വഹാബികളുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മക്കക്കാർ പറയുകയാണ്, ഇവിടെ നിന്ന് സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ചു പോകണം. അങ്ങനെ പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടായില്ല സ്വഹാബികൾക്ക്. കാരണം അവരുടെ ആദർശം ജീവവായുവിനേക്കാളും കൊണ്ടു നടന്നതാണ്. അവരുടെ ആദർശം ഒരിക്കലും തൻ്റെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയ സ്വഹാബികൾ അങ്ങനെയായിരുന്നു. അതാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവരെ സംബന്ധിച്ച് വമിനന്നാസി മൻ യശ്രി നഫ്സഹു ബിത്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ വിലക്ക് കൊടുത്തവരാണവർ. അവർ അള്ളാഹുവിൻ്റെ റിളായും അവൻ്റെ ലിഖാവുമായിരുന്നു അവർ ലക്ഷ്യം വച്ചിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുകയാണ്. എന്തായിരുന്നു ആ സ്വഹാബാക്കളുടെ വിദഗ്ധത? തൊട്ടടുത്ത ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ പരിപൂർണമായും നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കണം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുകയും നിങ്ങൾക്ക് അനിഷ്ടകരമായത് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടല്ല നിങ്ങൾ ദീനിനെ അടയാളപ്പെടുത്തേണ്ടത്. നിങ്ങൾ പരിപൂർണമായും ദീനിൽ പ്രവേശിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിങ്ങൾ വഴുതിപ്പോയാൽ, ഒരുപക്ഷെ നാടിൻ്റെ സമ്മർദ്ദമാകാം, ഒരുപക്ഷെ കൂട്ടുകാരുടെ സമ്മർദ്ദമാകാം, ഒരുപക്ഷെ വീട്ടുകാരുടെ സമ്മർദ്ദമാകാം, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ വഴുതിപ്പോവുകയാണെങ്കിൽ ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ താക്കീതാണ് റഹ്മാനായ റബ്ബ് അള്ളാഹുവിൻ്റെ കലാമിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ വഴുതി പോകരുത്. കാരണം നിങ്ങൾ മനസ്സിലാക്കിയ ഖുർആനും സുന്നത്തും എത്ര കൈപ്പേറിയതാണെങ്കിലും, നാട്ടിനെതിരാണെങ്കിലും, മഹല്ലിനെതിരാണെങ്കിലും, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ പ്രവാചകരുടെയും കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് നിങ്ങൾ നിലപാടോടുകൂടി ജീവിക്കുക എന്നുള്ള ശക്തമായ താക്കീതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ സമൂഹത്തിൽ എത്ര തന്നെ കാര്യങ്ങൾ ബോധ്യമായാലും പലരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം, നാട്ടുകാരുടെ, കുടുംബക്കാരുടെ, അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കാലാകാലങ്ങളിലായി നടക്കുകയാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശക്തമായ ഒരു താക്കീത് സൂറത്തുൽ ബഖറയുടെ 120-ാമത്തെ ആയത്തിൽ പറയുകയാണ്. പ്രവാചക, നീ ക്രിസ്ത്യാനികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ മുശ്രിക്കുകളെ കാണുമ്പോൾ, യഹൂദികളെ കാണുമ്പോൾ നിന്റെ മുഖസ്തുതിയുള്ള വർത്തമാനങ്ങൾ നീ നിർത്തണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. കാരണം നീ എത്ര തന്നെ മുഖസ്തുതി അവരോട് പറഞ്ഞാലും, അവർക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ നീ താൽക്കാലികമായി പറഞ്ഞാലും, ഒരുപക്ഷെ നീ അവർ നിന്നിലേക്ക് ആകർഷിക്കാനായിരിക്കാം നീ അങ്ങനെ ഒരു മുഖസ്തുതി പറയുന്നത്. അവരെ ഒന്ന് മദ്ഹ് ചെയ്യുക. നമ്മുടെയും ഇടയിലൊക്കെ അങ്ങനെ പലരുമുണ്ട്. ശിർക്കെന്ന് മനസ്സിലാക്കിയിട്ടും ആ ശിർക്കിനെ ചെറിയ ഒരു പ്രോത്സാഹനം, ഒരു താല്പര്യമില്ല എങ്കിലും അവർക്ക് ഒരവസ്ഥയിൽ അവരെ ഒന്ന് താങ്ങുക എന്നുള്ള രീതിയിലുള്ള ഒരവസ്ഥാവിശേഷം പലർക്കും ഉണ്ടാകാറുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു നൽകുന്ന ശക്തമായ താക്കീത്, പ്രവാചക, നീ എത്ര തന്നെ അവരോട് പറഞ്ഞാലും അവർ ഒരിക്കലും നിന്നെ തൃപ്തിപ്പെടുകയില്ല. അവർ നിന്നെ തൃപ്തിപ്പെടണമെങ്കിൽ നീ അവരുടെ ആളായി മാറണം. വലൻ തർള അൻകൽ യഹൂദ് വലൻ നസ്വാറ, നീ എത്ര തന്നെ അവരോട് സംസാരിച്ചാലും നിന്നെ അവർ തൃപ്തിപ്പെടുകയില്ല പ്രവാചക. ഹത്താ തത്തബിഅ മില്ലതഹും, നീ അവരിൽപ്പെട്ട ഒരാളാകുന്നത് വരെ, നീ അവരുടെ ആശയങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അനുധാവനം ചെയ്യുന്നതുവരെയും നിന്നെ അവർ തൃപ്തിപ്പെടുകയില്ല. അതുകൊണ്ട് താൽക്കാലികമായി അവരെ കാണുമ്പോൾ ഒരു മുഖസ്ഥിതി പറയുക, അത് ഒഴിവാക്കണം എന്ന് റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തുകൊണ്ട്? നീ അങ്ങനെ ഒരു ജീവിതം നീ സ്വീകരിക്കുകയാണെങ്കിൽ മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിൻ്റെ സഹായം നിനക്കുണ്ടാവുകയില്ല, നിനക്ക് ഒരു രക്ഷാധികാരിയും ഉണ്ടാവുകയില്ല, പരലോകത്ത് നീ കഷ്ടപ്പെടുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ ശക്തമായ താക്കീത് ആരോടാണ്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് നിലപാടോടുകൂടി ജീവിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 6236 ആയത്തുകളിൽ പ്രവാചകർക്ക് ഏറ്റവും ക്ലേശകരമായ ആയത്ത് ഏതാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂറത്തുൽ ഹൂദിലെ 112 ആയത്താണ്. ആ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് കൽപ്പിക്കുകയാണ്, പ്രവാചക, നാം കൽപ്പിച്ചതുപോലെ നേരെ ചൊവ്വേ നിലകൊള്ളണം, ഇസ്തിഖാമത്തോടുകൂടി നീ ജീവിക്കണം. നമ്മുടെ കൽപ്പന എന്താണോ അതിൽ ഒരു അഴുകടമ്പൻ നയം നീ സ്വീകരിക്കരുത്, ഒരു അഡ്ജസ്റ്റ്മെന്റ് നീ ജീവിതം അങ്ങനെ നയിക്കരുത്. അതുകൊണ്ട് തന്നെ പ്രവാചകർക്ക് ഏറ്റവും ക്ലേശകരമായ ആയത്ത് ഇതായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായ പോലെയുള്ള മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫസ്തഖിം കമാ ഉമിർത, അല്ലാഹ് എങ്ങനെയാണോ കൽപ്പിച്ചത് അതുപോലെ നേരെ ചൊവ്വേ നിലകൊള്ളണം.
അതാണ് വിശ്വാസികളുടെ ഒരു നിലപാടായി അള്ളാഹുവിൻ്റെ കിതാബിലും പ്രവാചകരുടെ ഹദീസുകളിലും നാം വായിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. സ്വഹീഹ് മുസ്ലിമിലെ 1920 നമ്പർ ഹദീസ്. എന്താണ്? ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എൻ്റെ സമുദായത്തിൽ, എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം എന്നും നിലനിൽക്കും, ഖിയാമത്ത് നാൾ വരെയും അവർ നിലനിൽക്കുമെന്നാണ്. സത്യത്തിൻ്റെ കൂടെ അവർ എന്നും ഉറച്ചു നിൽക്കുമെന്നാണ്. ലാ യളറുഹും മൻ ഖദലഹും ഹത്താ യഅതിയ അംറുല്ലാഹ്. അവരെ എത്ര തന്നെ പ്രയാസപ്പെടുത്തിയാലും, അവരെ എത്ര തന്നെ എതിർത്താലും അവർക്ക് ഒരു ദോഷവും വരുത്തുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. കാരണം അവർ ഹക്കിന്റെ പാതയിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. അവർ സത്യത്തിന്റെ നേരിന്റെ നിലപാടോടുകൂടി അവർ ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ അവരെ നിങ്ങൾക്ക് പെടുത്തുവാൻ സാധിച്ചാലും ആത്യന്തികമായിട്ടുള്ള വിജയം അവർക്ക് തന്നെയാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ തെളിവുകളാണ് സഹോദരങ്ങളെ, എത്രയോ തെളിവുകൾ. ഷിർക്കിന്റെ വക്താക്കൾ മുവഹിദീങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെല്ലാം ഇടപെടലുകൾ നടത്തി പല നാടുകളിലും മഹല്ലുകൾ എന്തെല്ലാം ക്ലേശകരമായ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. നമുക്ക് അനുഭവമുള്ളതാണല്ലോ പലർക്കും എന്തെല്ലാം പ്രയാസങ്ങൾ. അവസാനം തൗഹീദിന്റെ വക്താക്കൾ, അള്ളാഹുവിൽ അടിയുറച്ചു നിന്ന തൗഹീദി വക്താക്കൾ, അവർക്കായിരുന്നു വിജയം. ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് ഓരോരുത്തരും. അതാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഹക്കിന്റെ പാതയിൽ ഉറച്ചു നിന്നാൽ സത്യം നിങ്ങളോടൊപ്പമായിരിക്കും, വിജയികൾ നിങ്ങളായിരിക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുകയാണ്, ഫൈനൽ ഖിതാബ് മഅർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് അഥവാ സൂറത്തുൽ ബഖറയുടെ 120-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ആയത്ത് പ്രവാചകനോടും പ്രവാചകരുടെ കൂടെയുള്ള സ്വഹാബാക്കളോടുമാണെങ്കിലും വൽ അംറു ലി ഉമ്മത്തിഹി, ഇതിന്റെ കൽപ്പന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. അതാണ് നിലപാട് എന്ന് പറയുന്നത്. താൽക്കാലികമായ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം, ചങ്കുകൾ നഷ്ടപ്പെട്ടേക്കാം, പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ അള്ളാഹുവിന്റെ സഹായവും ആത്യന്തികമായിട്ടുള്ള വിജയവും നമുക്ക് തന്നെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഒരിക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഖുൽ ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്. പ്രവാചക, എനിക്ക് താങ്കൾ ഉപദേശിക്കണം. ആ ഉപദേശമാകട്ടെ ഇനി മറ്റൊരാളോടും എനിക്ക് ചോദിക്കുവാൻ ഇടവരരുത് പ്രവാചക. ഉത്തരം നൽകണം. എന്താണ് ഇസ്ലാം? ഏറ്റവും നല്ല വാക്കേതാണ് പ്രവാചക? ഒന്ന് പഠിപ്പിച്ചതാ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ, ചോദിക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഖുൽ ആമൻതു ബില്ലാഹ് ഫസ്തഖിം. അള്ളാഹുവിലുള്ള അചഞ്ചലമായ അടിയുറച്ച വിശ്വാസവും പിന്നെ അതനുസരിച്ചു കൊണ്ടുള്ള നേരെ ചൊവ്വയുള്ള ജീവിതവും, അതാണ് നിലപാട്. അതാണ് ജീവിതത്തിൽ വിശ്വാസികൾ അനുധാവനം ചെയ്യേണ്ടത്. നേരെ ചൊവ്വയുള്ള നിലപാട്, യഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള മാർഗത്തിന് വേണ്ടി നാം നിർബന്ധമായും നിത്യേന 17 തവണ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ആ ഇസ്തിഖാമത്തിന് വേണ്ടിയാണ്. ആ നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ അടിയുറച്ചു നിർത്തണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾക്ക് സന്തോഷ വർത്തമാനം പറയുന്ന സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ വചനം. ചില ആൾക്കാർ മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് റൂഹിനെ പിടിക്കുന്ന സമയത്ത് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആരാണ് അവർ? അവരുടെ നിലപാടെന്തായിരുന്നു? അവരുടെ വിദഗ്ധത എന്തായിരുന്നു? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലത്തി കുൻതും തുഅദൂൻ. വ്യത്യസ്തമാണ് ആ വചനം. സൂറത്തുൽ ഫുസ്സിലത്തിൽ 30-ാമത്തെ വചനമാണ്. മരിക്കുന്ന സമയത്ത് റബ്ബിന്റെ മലക്കുകൾ നമ്മുടെ അടുക്കൽ വരുമെന്നാണ്, സന്തോഷ വാർത്ത പറയുമെന്നാണ്, ഭയപ്പെടണ്ട എന്ന് പറയുകയാ.
സ്വർഗമുണ്ട് എന്ന് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആരാണവർ? എന്തായിരുന്നു അവരുടെ നിലപാട്? അവരുടെ ജീവിതത്തിലുള്ള നിലപാടുകളും അടയാളപ്പെടുത്തലുകളും അവർ ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചു എന്നാണ്. നാട്ടുകാർ മുഴുവനും എതിരായിട്ട് പോലും, മഹല്ലുകൾ എതിരായിട്ട് പോലും, വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഖുർആനും സുന്നത്തും അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് മരണപ്പെടുന്ന സമയത്ത് അവരുടെ അടുക്കൽ മലക്കുകൾ, അനുഗ്രഹങ്ങളുടെ മലക്കുകൾ വന്നുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത്, സൂറത്തുൽ അഹ്ഖാഫ് അതിലെ 13-ാമത്തെ ആയത്ത്, രണ്ടും സമാനമായ ആയത്തുകളാണ്. മരണസമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സന്തോഷ വാർത്ത, സ്വർഗമുണ്ട് എന്നുള്ള ഉറപ്പ്, വിരുന്നുകാരായ റബ്ബ് കാത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു വർത്തമാനം അതെല്ലാവരിലേക്കും വരികയില്ല, നിലപാടോടുകൂടി ജീവിക്കുന്നവർ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഒരു വചനം നോക്കൂ സഹോദരങ്ങളെ, 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദ് 28-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അവർ ഒരുപാട് അമലുകൾ ചെയ്തവരാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്, പക്ഷെ പാഴായിപ്പോയി, വൃഥാവിലായി, വെള്ളത്തിൽ വരച്ച വരകൾ പോലെ അവരുടെ അമലുകളെല്ലാം പൊളിഞ്ഞുപോയി. ആരാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നത്, ذَلِكَ بِأَنَّهُمُ اتَّبَعُوا مَا أَسْخَطَ اللَّهُ وَكَرِهُوا رِضْوَانَهُ فَأَحْبَطَ أَعْمَالَهُم. അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന കാര്യത്തെ അവർ പിൻപറ്റിയെന്നാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രീതി അനുസരിച്ചുകൊണ്ട് അവർ കർമ്മം ചെയ്തില്ല. അവർക്കറിയാം ഇത് ഖുർആനിനും സുന്നത്തിനും എതിരാണ്, പക്ഷെ നാട്ടുകാരുടെ പ്രീതിക്ക് വേണ്ടി അതിനെ പുൽകി അങ്ങനെ അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തി. അള്ളാഹുവിൻ്റെ പ്രീതിയല്ല അവർ കാക്ഷിച്ചത്, നാട്ടുകാരുടെയും വേണ്ടപ്പെട്ടവരുടെയും കൂട്ടുകാരുടെയും പ്രീതി സമ്പാദിച്ചുകൊണ്ട് അവർ ബിദ്അത്തിനെ പുൽകി, അവർ സുന്നത്തിനെ വെറുത്തു, അവർ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു. അത്തരക്കാരെ സംബന്ധിച്ച് റഹ്മാനായ റബ്ബ് പറയുകയാണ്, ഫഅഹ്ബത അഅ്മാലഹും, അവരുടെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയി എന്നാണ്. എത്ര തന്നെ അമലുകൾ ഉണ്ടായാലും അള്ളാഹു അവരുടെ അമലുകളെ ഇല്ലാതെയാക്കി കളയുമെന്ന് വിശുദ്ധ ഖുർആനിലെ വചനമാണ് സഹോദരങ്ങളെ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചില സ്വഹാബാക്കളെ പ്രലോഭനപ്പെടുത്തിയിരുന്ന മുശ്രിക്കുകളുടെ സ്വഭാവം സൂറത്തു തൗബയുടെ 62-ാമത്തെ ആയത്തിൽ പറയുകയാണ് സഹോദരങ്ങളെ. ഇതൊക്കെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണോ എന്നുള്ള ഒരു ആത്മവിചിന്തനം നടത്തണം. ഖുർആനിലെ ഒരു ആയത്ത് കേൾക്കുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ ബാധകമാണോ? അല്ലാതെ എന്നെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, പറഞ്ഞവനെതിരെ വെറുപ്പുണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ചേർന്ന പണിയല്ല. അള്ളാഹുവിൻ്റെ കലാമിൽ പറയുന്ന ആയത്ത് ഇത് എൻ്റെ ജീവിതത്തിലുണ്ടോ, ഒഴിവാക്കേണ്ടതാണെങ്കിൽ അത് ഒഴിവാക്കണം, അത് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതാണെങ്കിൽ 2 കൈയും നീട്ടി സ്വീകരിക്കണം. അതാണ് സത്യവിശ്വാസികളുടെ വിദഗ്ധത. നോക്കൂ, അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ കാലഘട്ടത്തിൽ സ്വഹാബാക്കളെ പ്രലോഭിപ്പിച്ചിരുന്ന ചില ആൾക്കാർ അവരെന്താ പറഞ്ഞിരുന്നത്? നാട്ടുകാരെ വെറുപ്പിക്കരുത്, സമുദായത്തിൻ്റെ ഐക്യം നശിപ്പിക്കരുത്, നാട്ടുകാരുടെ സംതൃപ്തി നേടുവാൻ നിങ്ങൾ ഇടപെടണം. ആരോട്? സ്വഹാബാക്കളോട് പറഞ്ഞുവെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നാട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് നീ മുഹമ്മദ് പറയുന്നതിൻ്റെ കൂടെ നിൽക്കരുത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും നാട്ടുകാരുടെ ഐക്യമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യരുത്? നിലപാട് എന്ന് പറയുന്ന നിന്റെ മുഹമ്മദ് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ അനുസരണയുള്ളവരാകരുത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യഹ്ലിഫൂന ബില്ലാഹി ലക്കും ലിയർളൂക്കും, അവർ അല്ലാഹനെ കൊണ്ട് സത്യം ചെയ്തിരുന്നു. മുശ്രിക്കുകളും മുനാഫിഖുകളും അല്ലാഹനെ കൊണ്ട് സത്യം ചെയ്തിരുന്നു. എന്താണ് സത്യം ചെയ്തിരുന്നത്? നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ അവർ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവർ മുഅ്മിനുകളാണെങ്കിൽ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർളൂഹു ഇൻ കാനൂ മുഅ്മിനീൻ, ഏറ്റവും അവകാശപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും തൃപ്തിയടയുക. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരു വിശ്വാസിയുടെ വിദഗ്ധത. അള്ളാഹുവിനെ തൃപ്തിപ്പെടുക, അള്ളാഹുവിൻ്റെ പ്രവാചകരെ തൃപ്തിപ്പെടുക,
അള്ളാഹുവിന്റെ പ്രവാചകർ മതമായി കൊണ്ടുവന്നതിനെ നിങ്ങൾ തൃപ്തിപ്പെടുക. അതാണ് ഏറ്റവും മാധുര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് വിശ്വാസികളെ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന 27-ാം അധ്യായം സൂറത്തുൻ നംലിലെ 19-ാമത്തെ ആയത്തിൽ കാണാം. വിശ്വാസികളെ, നമുക്കും ആ പ്രാർത്ഥന ബാധകമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സ്വന്തത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യേണ്ട ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെതാണ്. റബ്ബി ഔസിഉനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. എത്ര മനോഹരമായ പ്രാർത്ഥന എന്നറിയുമോ സഹോദരങ്ങളെ? സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയാണ്, ഒരു പ്രവാചകന്റെ ദുആയാണ്. എന്താണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത്? അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെട്ട അമലുകൾ, അതാണ് അള്ളാഹ് തൃപ്തിപ്പെടണം സഹോദരങ്ങളെ. നാം ഏതൊരു കർമ്മം ചെയ്താലും അള്ളാന്റെ തൃപ്തിയാണ്, നാട്ടുകാരുടെ തൃപ്തിയല്ല. ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടത് ആ മേഖലയിലാണ്. പലരും നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും തൃപ്തിക്ക് വേണ്ടി ബിദ്അത്തുകളെന്ന് അറിഞ്ഞിട്ട് പോലും അതിന് കൂട്ടുനിൽക്കുകയാണ്. മഅദല്ലാഹ്. ഇത് പറയുന്നത് കൊണ്ട് എന്നെ ആരും വെറുക്കരുത്, ഇത് എന്നോടുള്ള വസിയ്യത്താണ്. നാട്ടുകാരുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാനെ വെറുപ്പിക്കരുത്. സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയാണ്. ഉമ്മ മരിച്ചാൽ, വാപ്പ മരിച്ചാൽ ബിദ്അത്താണ് 3-ാം ഫാത്തിഹ 7-ാം ഫാത്തിഹ പഠിച്ചവരാണ് നാം. പിന്നെ ആർക്ക് വേണ്ടിയാ അവിടെ ഒരു മുഖസ്തുതിക്ക് വേണ്ടി, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം ഇടപെടുന്നത്? മാറി നിൽക്ക്. നിന്റെ ചൊല്ലിനെ അവർ കേൾക്കുന്നില്ല എങ്കിൽ നീ മാറി നിൽക്ക്, അവർ ചെയ്യട്ടെ. അവിടെ നമുക്ക് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. സത്യവും അസത്യവും വേറിട്ടിരിക്കുകയാണ്. മതത്തിൽ ബലാത്കാരമില്ല. അത് പഠിച്ചവരാണ് നാം സഹോദരങ്ങളെ. എന്നിട്ട് പോലും നാം ആർക്ക് വേണ്ടിയാണ്, ഏതുവരെയാണ് സഹോദരങ്ങളെ കാലാകാലം ഈ ലോകത്ത് നാം ജീവിക്കുമോ? എത്ര വരെയാ നമ്മുടെ ആയുസ്? അല്ലാഹുവിൻ്റെ വരദാനമല്ലേ നമുക്ക് നൽകിയ ഹിദായത്ത്. ആ ഹിദായത്തിൽ അടിയുറച്ച് നിൽക്കണ്ടേ? നമ്മുടെ ഒരു ഉമ്മയ്ക്ക് വേണ്ടി, വാപ്പയ്ക്ക് വേണ്ടി അല്ലാഹ് നമുക്ക് നൽകിയ ഹിദായത്തിനെ തട്ടിത്തെറിപ്പിക്കുന്നവരായി മാറണമോ നാം എന്ന് ഒരു ആത്മവിചിന്തനം സാന്ദർഭികമായി പറയുകയാണ്. ഇവിടെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. വഅൻ അഅമല സ്വാലിഹൻ തർളാഹ്. അല്ലാഹുവേ, നീ തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്യുവാൻ എന്നെ നീ സഹായിക്കണമേ. നോക്കൂ സഹോദരങ്ങളെ, പ്രവാചകന്മാര് പോലും ചെയ്യുന്ന അമലുകൾ അല്ലാഹ് തൃപ്തിപ്പെടണം. പിന്നെ നമ്മുടെ കാര്യമോ? നമുക്കറിയാം ബിദ്അത്താണ് എന്ന്, തെറ്റാണ് എന്ന് പറയുമ്പോൾ നാട്ടുകാർ കൂടില്ല, നമ്മെ ഒറ്റപ്പെടുത്തും. റബ്ബ് ഒറ്റപ്പെടുത്താതിരിക്കുവാനുള്ള പരിശ്രമമാണ് വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. നിങ്ങൾ എത്ര തന്നെ ആ ബിദ്അത്തുകാരോടുകൂടി കൂടി നിന്നാലും നിങ്ങളെ അവർ തൃപ്തിപ്പെടൂല സഹോദരങ്ങളെ. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകരോട് അല്ലാഹ് കൽപ്പിക്കുകയാണ്. വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. പ്രവാചക, നീ എത്ര തന്നെ അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചാലും നസ്രാണികളും യഹൂദികളും ക്രിസ്ത്യാനികളും നിന്നെ തൃപ്തിപ്പെടുകയില്ല. തൃപ്തിപ്പെടണമെങ്കിൽ അവരുടെ ആളായി നീ മാറണം, അവരുടെ ആളായി മാറണം, അവരുടെ മില്ലത്തിൽ നീ പെടണം. അല്ലാതെ താൽക്കാലികമായി ഒരു 7-ാം ഫാത്തിഹ നടക്കുമ്പോൾ അവരുടെ കൂടെ പോയിക്കൊണ്ട് കൊടുക്കുക, അവർ നിന്നെ തൃപ്തിപ്പെടൂല എന്നാണ് ഇതിന്റെ വിശദീകരണമെന്ന് നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിലപാടുകളുടെ രാജകുമാരനായിരുന്നു. നിലപാടുകളുടെ രാജകുമാരൻ. ജീവിതത്തിൽ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ചരിത്ര സംഭവങ്ങൾ. 17-ാമത്തെ വയസ്സിൽ ഇറാഖിലെ ബാബിലോണിലെ ഊർ എന്ന പട്ടണത്തിൽ നിന്നും തുടങ്ങുകയാണ് തൗഹീദിന്റെ സിംഹഗർജനം. പിതാവ് എതിരാണ്,
വീട്ടുകാർ എതിരാണ്, നാട്ടുകാർ എതിരാണ്, സമൂഹം മുഴുവനും എതിരാണ്. എന്നിട്ട് പോലും നാട്ടുകാരോടൊപ്പം നിൽക്കാത്ത ഖലീലുള്ളയെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തു അൻആം 71 മുതലുള്ള ആയത്തുകൾ ഒന്ന് വായിച്ചു നോക്കൂ സഹോദരങ്ങളെ. നിലപാടുകളുടെ രാജകുമാരന്റെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ ആ ആയത്തുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ശിർക്ക് ചെയ്യുന്ന, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരുപാട് ഇടയാളന്മാരെ വച്ചുകൊണ്ടിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന പിതാവിനോടും സമൂഹത്തോടും നിർഭയത്വത്തോടുകൂടി, ആദർശ ഗരിമയോടുകൂടി മഹാനായ ഖലീലുള്ള പറയുകയാണ്, ഖുൽ, പ്രവാചക പറയുക അവരോട്, അനദഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉനാ വലാ യദുറുനാ. ആരോടാണോ നീ പ്രാർത്ഥിക്കുന്നത്? ഉപകാരമില്ലാത്ത, ഉപദ്രവം ചെയ്യാത്ത ആൾക്കാരോടാണോ നീ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബിയുടെ ചാട്ടുളി പോലെയുള്ള ചോദ്യം. അവർ പറഞ്ഞത് എന്താണെന്നറിയുമോ? വനുറദ്ദു അലാ ഉഖാബിനാ ബഅദ ഇദ ഹദാനല്ലാഹ്. ഇബ്രാഹിമേ, നീ പഴമയിലേക്ക് വരണം, നീ ഖർവാപ്പസിയിലേക്ക് വരണം, പഴയ ആശയത്തിലേക്ക് വരണം. നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ കുടുംബം, നീ ജീവിച്ച് ജനിച്ചു വളർന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു ആദർശം, അതിലേക്ക് നീ തിരിച്ചു വരണം. ഇത് കൂട്ടുവായിക്കണം സഹോദരങ്ങളെ. നാടുകളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബിയോട് പറഞ്ഞതാണ്, വാപ്പാടെ മില്ലത്തിനെ നീ പിൻപറ്റണം, നാടിന്റെ മില്ലത്തിനെ നീ പിൻപറ്റണം. ഇബ്രാഹിം നബി പറയുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല എനിക്ക് ഹിദായത്ത് നൽകിയതാണ്, തൗഹീദ് എന്ന സന്മാർഗം എനിക്ക് റബ്ബ് നൽകിയതാണ്, അതിൽ നിന്നും പിന്നോട്ട് പോകുവാനാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? അള്ളാഹു എന്നെ ഹിദായത്തിലാക്കി, ശേഷം നിങ്ങൾ ശിർക്കിലേക്കാണോ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്? ഈസാ നബിയോടും മറിയം ബീവിയോടും പ്രാർത്ഥിക്കുന്നവർ, മുഹ്യിദ്ദീൻ ഷേഖിനോടും റിഫായ് ഷേഖിനോടും പ്രാർത്ഥിക്കുന്നവർ, ബദരീങ്ങളെയും സിയം വലിയനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മുവഹ്ഹിദീങ്ങളോട് പറയുകയാ, നിങ്ങൾ പഴമയിലേക്ക് വരണം, ശിർക്ക് ചെയ്യണമെന്ന് പറയുക. അവിടെയാണ് നമുക്ക് പറയേണ്ട മറുപടി, വനുറദ്ദു അലാ ഉഖാബിനാ ബഅദ ഇദ് ഹദാനല്ലാഹ്. തൗഹീദ് എന്ന് പറയുന്ന ഹിദായത്ത് റബ്ബ് തആല ഞങ്ങൾക്ക് നൽകി, അതിനെ വിട്ടേച്ച് പഴയ ശിർക്കിലേക്ക് പോകുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചതാണ്. അവർ തർക്കിച്ചുവെന്നാണ്. തൗഹീദ് പറഞ്ഞപ്പോൾ ഖലീലുള്ളയോട് തർക്കിച്ചുവെന്നാണ്. അവരോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് സൂറത്തു അൻആമിലെ 80-ാമത്തെ വചനത്തിൽ കൂടി, ഖാല അതുഹാജ്ജൂനി ഫില്ലാഹ്, നിങ്ങൾ അള്ളാന്റെ കാര്യത്തിലാണോ തർക്കിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഇന്നും എത്ര പ്രസക്തമാണ് ഈ ചോദ്യം. നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഏതെങ്കിലും ഖബറാളുകളുടെ പിൻബലത്തിലാണോ നാം സംസാരിക്കുന്നത്? മൺമറഞ്ഞു പോയ ഏതെങ്കിലും മഹാന്റെ ഖബറിടത്തിലേക്ക് പോകുവാനാണോ നാം പറയുന്നത്? അവരെ എല്ലാവരെയും പടച്ച, ലോകത്തെ ആകാശ ഭൂമികളെ എല്ലാറ്റിനെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ജബ്ബാറായ ഖഹാറായ മരണമില്ലാത്ത ജീവൻ എന്നെന്നും നിലനിൽക്കുന്ന ആ റബ്ബിലേക്ക് നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ ആ റബ്ബിന്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ കാലഘട്ടം മുതൽ ഇന്നും തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ കാര്യത്തിലാണ് ഇവരുടെ തർക്കം. വഖദ് ഹദാൻ, അള്ളാഹു സന്മാർഗം നൽകിയതാണ്. ആ റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണോ? എന്നെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണോ? ഗുരുത്തക്കേട് സംഭവിക്കുമെന്ന് എന്നെ നിങ്ങൾ ഭയപ്പെടുത്തുകയാണോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്. വലാ അഖാഫു മാ തുശ്രികൂന ബിഹി ഇല്ലാ അൻ യശാ റബ്ബി ഷൈആ. ഇന്നത്തെയും കാലഘട്ടത്തിൽ സാമ്യതയുണ്ട് സഹോദരങ്ങളെ. അള്ളാനെ മാത്രമെന്ന് പറയുമ്പോൾ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർ, മൺമറഞ്ഞു പോയവരുടെ ഗുരുത്തക്കേട് കിട്ടും, അവരുടെ ശാപം കിട്ടും. ഇത് ഇബ്രാഹിം നബിയുടെയും നൂഹ് നബിയുടെയും കാലഘട്ടത്തിൽ ശത്രുക്കൾ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഒരു ഗുരുത്തക്കേടും ഉണ്ടാവുകയില്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി. അല്ല മാത്രം എന്ന് പറഞ്ഞപ്പോൾ
പ്രവാചകരോട് മുശ്രിക്കുകൾ പറഞ്ഞതാ, ഗുരുത്തക്കേട് കിട്ടും മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബിയെ പറഞ്ഞില്ല എങ്കിൽ, ഇസ്മായിൽ നബിയെ പറഞ്ഞില്ല എങ്കിൽ നിനക്ക് ഗുരുത്തക്കേട് കിട്ടും എന്ന് അന്ന് പറഞ്ഞത് ഇന്നും അന്യസൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പങ്കു ചേർക്കുന്ന ഒന്നിനെയും ഞാൻ ഭയക്കുന്നില്ല എന്ന് നിലപാടോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. നിങ്ങൾ പങ്കു ചേർക്കുന്ന ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. വകൈഫ അഖാഫു മാ അശ്റക്തും, ഞാൻ എങ്ങനെയാ ഭയപ്പെടേണ്ടത്? ഞാൻ എന്തിനാ ഭയപ്പെടേണ്ടത്? നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ നിന്നും ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ നിർഭയനാണ്. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, അല്ല ഒന്നും അതിന് തെളിവായിട്ടിറക്കിയില്ലടോ. അല്ല അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ ഒരു രേഖയും അല്ലാഹു തആല വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറക്കിയിട്ടില്ല. ഫഅയ്യുൽ ഫരീഖൈന അഹഖു ബിൽ അംൻ, ആർക്കാടോ നിർഭയത്വമുള്ളത്? ഒരു മുട്ടയിൽ എന്തോ എഴുതിയത് കണ്ടുകൊണ്ട് ഭയപ്പെടുന്നവനാണോ ഒരു മുവഹിദ്? മുന്നിൽ കൂടി ഒരു പൂച്ച ചാടിപ്പോയാൽ അതിനെ ഭയപ്പെടുന്നവനാണോ മുവഹിദ്? എന്തെങ്കിലുമൊക്കെ ജീവികളുടെ അപശബ്ദം കേൾക്കുമ്പോഴേക്കും അതിനെ തൊട്ട് ഭയപ്പെടുന്നവനാണോ മുവഹിദ്? തകിടും ഏലസും അതിൽ എന്തൊക്കെയോ വലത്തുഭാഗത്തും ഇടതുഭാഗത്തും എഴുതിയത് കണ്ടുകൊണ്ട് ഭയപ്പെടുന്നവനാണോ മുസ്ലിം എന്ന് അല്ല ചോദിക്കുകയാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല സഹോദരങ്ങളെ. നിർഭയത്വമുണ്ടാകണം. നമുക്ക് നിർഭയത്വമുണ്ടാകണം. അല്ലാഹുവാണ് ഖൈറും ഷർറും നൽകുന്നത്. ഒരു ഖബറാളുടെയും ഖൈറും ഷർറും ഇല്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടാകുന്നിടത്താണ് ഈമാന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്. അവിടെയാണ് വിശ്വാസികളെ തൗഹീദ് പരിപൂർണമാകുന്നത്. അവിടെയാണ് നിലപാടുകളോടുകൂടിയുള്ള രാജകുമാരൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യം പിതാവിനോട്, സമൂഹത്തോട് ചോദിക്കുകയാണ്. ഫമാ വന്നുകും ബിറബ്ബിൽ ആലമീൻ, ഹേ സമൂഹമേ, അല്ലാഹനെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? സർവലോക സംരക്ഷകനായ അല്ലാഹനെ കുറിച്ച് നിങ്ങൾ എന്താണ് വിശ്വസിച്ചു വച്ചിരിക്കുന്നത്? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് സന്മാർഗം നൽകിയവൻ, വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ, എനിക്ക് വെള്ളം തരുന്നവൻ, വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, രോഗം വരുമ്പോൾ സുഖപ്പെടുത്തുന്നവൻ, വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീ, എന്നെ ജീവിപ്പിക്കുന്നവൻ, എന്നെ മരിപ്പിക്കുന്നവൻ, വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതിഅതി യൗമദ്ദീൻ, പ്രതിഫല നാളിൽ എൻ്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ ആശിക്കുകയാണ്. ഖലീലുള്ള പരിചയപ്പെടുത്തുന്ന റഹ്മാനായ റബ്ബിൻ്റെ വാക്കുകളാണ് സഹോദരങ്ങളെ. അതാണ് റബ്ബ്. ഫമാ വന്നുകും ബിറബ്ബിൽ ആലമീൻ. ഇന്നും സമൂഹത്തോട് ചോദിക്കേണ്ട ചോദ്യം, സർവലോക സംരക്ഷകനായ അല്ലാഹനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ലെന്നാണോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ലെന്നാണോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇടയാളന്മാർ വേണമെന്നാണോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇടയാളന്മാർക്ക് നേർച്ചകൾ വഴിപാടുകൾ നടത്തണമെന്നാണോ? നമ്മോട് കാരുണ്യമില്ലാത്തവനെന്നാണോ? നമ്മുടെ ചങ്കിനേക്കാളും അടുത്തുള്ള റബ്ബിനോട് നാം പ്രാർത്ഥിച്ചാൽ അത് തട്ടിക്കളയുമെന്ന് ആരാണ് നിന്നെ പഠിപ്പിച്ചത്? ചോദിക്കേണ്ട ചോദ്യമാണ്. ഖലീലുള്ളയുടെ ചോദ്യമാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് ചോദിക്കുകയാണ്, ആസറിനോട് ചോദിക്കുകയാണ്, വിഗ്രഹ ആരാധകനോട്. ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, പ്രാർത്ഥന കേൾക്കുമോ വാപ്പാ? നിങ്ങൾ സങ്കടങ്ങൾ അവരോട് പറയുന്നുവല്ലോ, കേൾക്കുമോ? ഔ യൻഫഊനകും മാ യദുറൂൻ, നിങ്ങൾക്ക് ബാധിച്ച ഒരു ളുറ്, ഒരു ബുദ്ധിമുട്ട് മാറ്റി തരുമോ? എന്തെങ്കിലും അനുഗ്രഹം നിങ്ങൾക്ക് തരുമോ? ഇന്നും ചോദിക്കണം സഹോദരങ്ങൾ, ചോദിച്ചുകൊണ്ടേയിരിക്കണം. തൗഹീദ് എന്നും വിളംബരമായി പ്രകമ്പനമായി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഉത്തരമില്ല ആർക്കും. മുശ്രിക്കുകൾ മറുപടി പറഞ്ഞതുപോലെ, നൂഹ് നബിയുടെ എതിരാളികൾ മറുപടി പറഞ്ഞതുപോലെ, ഖലീലുള്ളയുടെ എതിരാളികളും പറഞ്ഞ മറുപടി ഖാലൂ ബൽ വജദ്നാ ആബാനാ കദാലിക യഫ്അലൂ, ഞങ്ങളെ വാപ്പാമാർ ചെയ്തതാണ്, ഞങ്ങളെ വാപ്പാമാർ ചെയ്തത് ഞങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ചെയ്യുകയാണ്. നിനക്ക് മറുപടിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ള മറുപടി ഞങ്ങളെ കാക്കക്കാരണവന്മാർ ചെയ്തു വന്നിരുന്നത് ഞങ്ങൾ അതേപടി പുലർത്തുകയാണ് എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ എതിരാളികളുടെ വാക്കുകൾ അള്ളാഹു ഖുർആനിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
ആദർശ മറുപടിയില്ലാത്തവരുടെ അവസാനത്തെ ഒരു അടയാളമാണ് ഊരുവിലക്ക്. അത് ഇബ്രാഹിം നബി അനുഭവിച്ചതാണ്. ചൂളയുണ്ടാക്കിക്കൊണ്ട് ആ ഇബ്രാഹിമിനെ എറിയുക. കാരണം ഇബ്രാഹിമിന്റെ ആദർശത്തിന് മുമ്പിൽ പതറിപ്പോയ ആ സമൂഹം. കാരണം നിലപാടുകളാണ് ഇബ്രാഹിം നബിയുടെ വ്യതിരിക്തത. നമ്രൂദ് പറഞ്ഞു, തീക്കുണ്ടാരം ഒരുക്കിക്കൊള്ളുക, ആ ചൂളയിലേക്ക് വലിച്ചെറിയുക. കത്തിക്കരിച്ചു കളയുവാൻ കഴിവുള്ള ആ തീയെ റഹ്മാനായ റബ്ബ് തണുപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. പ്രാർത്ഥനയുടെ ഗരിമയാണ് സഹോദരങ്ങളെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്നുകൊണ്ട് പറഞ്ഞപ്പോൾ പോലും, വേണ്ട ജിബ്രീൽ, എന്നെ പടച്ച എൻ്റെ റബ്ബ് എൻ്റെ ഹൃദയത്തിന്റെ ആന്തോളനം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ അൻത വാഹിദു ഫിസ് സമാ, ആകാശത്തിൽ നീ ഏകാധിപതിയാണ് റബ്ബേ. വഅന വാഹിദുൻ ഫിൽ അർള്, ഭൂമിയിൽ നിന്റെ തൗഹീദ് വിളംബരം ചെയ്യുന്നവൻ ഞാൻ മാത്രമാണ് റബ്ബേ. ലൈസ ഫിൽ അർളി അഹദൻ യഅബ്ദുക ഗൈരി, ഞാനല്ലാതെ നിന്നെ ആരാധിക്കുന്ന ഒരാളുമില്ല റബ്ബേ. അൻത ഹസ്ബുനാ വനിഅമൽ വകീൽ, ഞങ്ങളുടെ യജമാനൻ, ഞങ്ങൾക്ക് മതിയായവൻ നീ മാത്രമാണ് റബ്ബേ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക റബ്ബിൽ ആലമീൻ ലക്കൽ ഹംദ് വലക്കുൽ മുൽക്ക് ലാ ശരീക ലക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രതിജ്ഞയാണ് സഹോദരങ്ങളെ. അല്ല കരിപ്പിച്ചു കളയുവാൻ ശക്തി കൊടുത്ത ആ തീയെ കൊണ്ട് തന്നെ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അതാണ് സഹോദരങ്ങളെ, നിലപാടുള്ളവർക്ക് എപ്പോഴും വിജയമായിരിക്കും ആത്യന്തികമായിട്ടുണ്ടാവുക. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവചരിത്രത്തിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളേണ്ടത്. ജീവിതത്തിൽ നിലപാടോടുകൂടി ജീവിക്കുക. നമ്മുടെ കൂടെ ഭൂരിപക്ഷമില്ല എങ്കിലും, നമ്മുടെ കൂടെ കൂടുതൽ ആൾക്കാരില്ല എങ്കിലും, നമ്മെ പിന്താങ്ങുവാൻ ആരുമില്ല എങ്കിലും നിലപാടോടുകൂടി ജീവിക്കണം. അവർക്ക് വിജയമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പാഠം പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ഇബ്രാഹിമി മില്ലത്തിൻ്റെ ചരിത്രം പറഞ്ഞ് രസിക്കുവാൻ വേണ്ടിയുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടിയാണ്. നമ്മുടെയും ജീവിതത്തിൽ തൗഹീദിനെതിരെ ശിർക്കിനെതിരെ, തൗഹീദിന് വേണ്ടി ശിർക്കിനെതിരെ പോരാടുമ്പോഴുള്ള പ്രയാസങ്ങൾ ഉണ്ടായാൽ അതിനെയെല്ലാം മാറ്റിയെടുക്കുവാൻ, അതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകുവാൻ ഇബ്രാഹിം നബിയുടെ ഈമാൻ നമുക്ക് കരുത്താകണം. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.